എന്നിട്ട് പ്രാർത്ഥിക്കണേ സബ്സ്ക്രൈബർ കൂടട്ടെ, വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടട്ടെ, മക്കൾക്കൊക്കെ നന്നായി പഠിക്കാൻ പറ്റട്ടെ, ഡോളറുകൾ കുറേ കിട്ടട്ടെ. ഇതൊക്കെ പ്രാർത്ഥിക്കണ പിന്നെ അതൊന്നുമല്ല. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ പറയുന്നത് എല്ലാ വീഡിയോയിലും പൊടിമോളാണ്. പക്ഷേ ഇന്ന് ഞാനാണ് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ പൊടിമോൾക്ക് കണി കാണിക്കാൻ വേണ്ടിയിട്ട് കണി ഒരുക്കാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ വലിയ കാര്യമായിട്ട്. വലുതായിട്ടൊന്നല്ല, നമുക്ക് കഴിയുന്ന പോലെ ചെറുത്. അതിൽ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. പിന്നെ ഇതെങ്ങനെ വെക്കാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പിന്നെയുള്ള ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ അറിവിനുള്ള കണിയാണ് വെക്കണത്. പിന്നെ വീടിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയാ, വീഡിയോയിൽ വരുന്നവർ സപ്പോർട്ട് ചെയ്യുക, കുറ്റങ്ങൾ നോക്കരുത്. ഞങ്ങൾ ഞങ്ങളുടെ കഴിവുകളിൽ ചെയ്യുന്നത് പരിധിയിലുള്ള കാര്യങ്ങൾ. ഇവിടെയാണ് നമ്മൾ കൃഷ്ണന്റെ വെക്കാനായിട്ട് മുട്ടിപ്പലക, പിന്നെ നമ്മുടെ ഉരുളിമേ അതിന്റെ ഷാളൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വിളക്ക് നമ്മളെ മറ്റേ ചിരാത് അല്ല, വിളക്കില്ലാത്ത കാരണം കൊണ്ട് ചിരാതിലാണ് നമ്മള് ചെയ്യണത് കേട്ടാ. അപ്പൊ ആദ്യമേ പറയാം, ഈ മറ്റേ ഇതൊക്കെ ഇത് കാണിക്കില്ലേ, ഏത് ഈ വീഡിയോ അപ്പൊ നമ്മള് ഇത് ഇന്നലെ പോയിട്ട് പെട്ടെന്ന് മേടിച്ചതാണ് കേട്ടോ. പെട്ടെന്ന്, കാരണം കണി വെക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ മേടിക്കുന്ന പറഞ്ഞു. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ നായ്മാരടുത്ത ചക്ക. അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. പൊടിമോളെ എനിക്കേക്കാൻ മുന്നേ നമുക്ക് സെറ്റ് ചെയ്തിട്ട് പൊടിമോളെ വിളിക്കാം. നമുക്കിതൊക്കെ ഒന്ന് കറക്റ്റായി വെക്കാം. രവിയേട്ടൻ്റെ അടുത്ത് മേടിച്ചാട്ടാ, ഇതൊക്കെ ഞങ്ങളുടെ രവിയേട്ടൻ. ഇത് പിന്നെ പൊടിമോള് ഇവിടുന്ന് പൊട്ടിച്ച് കൊണ്ടത് അപ്പുറത്തെ വീട്ടിലത്തെ ആരെ പൊട്ടിക്കണ പൊന്നം പോയി ചോദിച്ചപ്പോൾ കൊടുത്തിട്ട. നമ്മുടെ ഉള്ള സെറ്റപ്പിലുള്ള കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അപ്പൊ ഇങ്ങനെ തന്നെയാണോന്നൊന്നും അറിയുന്ന പോലെ ഇല്ല. പണ്ടാണ് നമുക്ക് മോശമായിട്ടുള്ള കമന്റുകൾ വന്നു തുടങ്ങിയത് തുടക്കകാലത്ത്. കുഴപ്പമില്ല, ഇപ്പൊ എല്ലാവരും അടിപൊളി. പൊടിമോളും ഫാമിലി അടിപൊളിയാണ്. നന്നാവട്ടെ, രക്ഷപ്പെടട്ടെ, എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉള്ളതാ. പണ്ട് അറഞ്ചം പുറഞ്ഞ തെറിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഇത് അപ്പുറത്തെ വീട്ടിലത്തെ വിനയന്റെ വീട്ടിലത്തെ മുരിങ്ങ. മറ്റേ വീശവാദ സിനിമ ലുക്കാണ്. ഇത് ഇവിടത്തെ പച്ചമുളക് പൊടിമോള് ഉണ്ടാക്കിയതാണ്. ചക്കയല്ലേ ഇത്? പൊടിമോള് നമ്മുടെ വീട്ടില് നട്ട് വളർത്തിയ ഒരു പച്ചമുളക് ചെടിയിൽ പൊട്ടിച്ചാട്ടാ. പിന്നെ നമുക്ക് കഴിഞ്ഞ് നമ്മുടെ മെയിൻ ആള് കൃഷ്ണനെ വെക്കണ്ടേ. കൃഷ്ണന്റെ ഇതൊന്നുമില്ല കേട്ടാ, മറ്റേ വിഗ്രഹം ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ കുറെ കാലമായിട്ട് ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിനാ പൊടിമോളും കൃഷ്ണൻ. ഇതാണ് എന്റെ എല്ലാ കൊല്ലത്തെയും കൃഷ്ണൻ. വാൽക്കണ്ണാടി ഇല്ല, അപ്പൊ നമ്മുടെ വീട്ടിൽ വാൽക്കണ്ണാടി ഇല്ല. അപ്പൊ സാധാരണ കണ്ണാടിയാണ്. ഇന്നലെ ഞാൻ സെറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും പറയണ്, ഇത് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കാണിക്കുന്ന ഒരു സന്തോഷത്തിന് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ സുട്ടുമോൻ അമ്മേരെ വീട്ടിലാണ്. നമ്മുടെ വീട് ചെറുതായത് കൊണ്ട് അമ്മേരെ വീട്ടിലാണ് കിടക്കണേട്ടാ. അപ്പൊ എന്താ പറയാ, അമ്മേരെ വീട് കാണിച്ചു തരാട്ടാ. ഇതാ കാണുന്നതാണ് അമ്മേരെ വീട്, അതായത് പൊന്നൂസിന്റെ വീട് ഇട്ടാ. എൻ്റെ ഭാര്യ വീടാണ് ഇതാ കാണുന്നത് ഇട്ടാ. അവിടെ അപ്പൊ ഉഷമോള് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഈ കൊല്ലത്ത് വിഷുവിനുള്ള അതായിണ്ട്. അപ്പൊ ഉഷയിട്ടാ പുലർച്ചെ ആയിട്ടുള്ള. അപ്പൊ നമ്മളേ ഈ വെള്ളിയും സ്വർണ്ണൊക്കെ വെക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. സ്വർണ്ണല്ല വെള്ളി പൊടിമോളൊരു പാദത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതന്നെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ നാണയം വെക്കില്ലേ? നാണയം വെക്കും. നാണയം എടുത്തിട്ട് വെക്കാം. നാണയം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ സാധനം കണിക്കൊന്നയാണ്. പക്ഷെ നമുക്ക് കണിക്കൊന്നില്ല. പക്ഷെ വിഷമിക്കേണ്ട, ഒരു സൂത്രം ഡ്യൂപ്ലിക്കേറ്റ് പറ്റിക്കാം. നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ ഒരു കഷ്ണം നമ്മുടെ കയ്യിൽ എന്നെ വിട്ടാൻ പറ്റില്ലല്ലോ.
ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കേട്ടാ. പൊടിമോൾക്ക് എന്താ പറയാ, പൊടിമോൾക്ക് 1 വയസ്സും സുട്ടുമോന് 7 വയസ്സും അല്ലേ, 7 വയസ്സുള്ളപ്പോൾ എടുത്തത്. പിന്നെ ഇത് സുട്ടുമോനും പൊടിമോനും കേട്ടോ. പൊടിമോൾക്ക് 3 വയസ്സുള്ളപ്പോൾ സുട്ടുമോന് 10 വയസ്സാണ് ഉള്ളപ്പോൾ കേട്ടോ. പിന്നെ ഇത് സുട്ടുമോൻ കേട്ടോ. ഇതാണ് സുട്ടുമോൻ. അതെൻ്റെ അമ്മ. ആ ഷർട്ടിട്ടാണ് നിൽക്കണ ബ്രൂസിലി എൻ്റെ അച്ഛൻ. ഇത് കൊച്ചുണ്ണി. ഇത് അച്ഛൻ്റെ കൂട്ടുകാരൻ തിലകേട്ടൻ. പിന്നെ ഇത് സുട്ടൂട്ടാ. പിന്നെ ഇത് ഞങ്ങളുടെ ചെറുപ്പത്തിലുള്ള കേട്ടാ. സുട്ടൂന് 1 വയസ്സ് 1.5 വയസ്സുള്ളപ്പോൾ എടുത്താട്ടാ. പക്ഷെ അത് കേടായി ഫോട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ചേച്ചിട്ടാ. ചേച്ചിയും ചേച്ചിയുടെ 2 മക്കളും കേട്ടാ. അമ്മു അപ്പു ചേച്ചിട്ടാ. ഓക്കെ ആയില്ലേ. അപ്പോൾ കൃഷ്ണൻ പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഹൈടെക് ആക്കിയിട്ട് ഇനി നമുക്ക് വിളക്ക് എത്തിച്ചിട്ട് വിളക്ക് കത്തിക്കാം. പിന്നെ പൊടിമോളെ വിളിക്കാട്ടാ. അപ്പം ഞാനേ വിളക്ക് കത്തിച്ചിട്ട് വരാം. ചന്ദന കോട്ടെ തുളസിച്ചിലെ കോഴി വിഷു വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ വിഷുവിൻ്റെ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഗായ്സ്, ഒരു സന്തോഷ വാർത്ത, നമുക്ക് ഇന്നലെ ഗ്യാസ് കിട്ടി. പുതിയ കുറ്റി. കത്തി പിടിക്കോ? ഇല്ല. അതിന് പൊടിമോളെ വിളിക്കാൻ പോകട്ടെ. അപ്പം ഇന്നലെ കുറേ പടക്കൊക്കെ ടി വിയിട്ട കാണിച്ചത് എന്താ പടക്കം മറ്റാപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ച് മേടിച്ചു. പിന്നെ കുറച്ച് അനിയൻ കൊണ്ട് തന്നു. അനിയൻ ഒരു കടയിൽ നിൽക്കുന്നുണ്ട്. അപ്പം അനിയൻ കൊണ്ട് തന്നു. പിന്നെ ചന്ദനത്തിരി കത്തിക്കാം. ആകെ മാവട്ടം മുള്ളൂ. അതെനിക്ക് ഇങ്ങോട്ട് വരുമല്ലെങ്കിൽ കഴിഞ്ഞില്ലേ? സെറ്റപ്പൊക്കെ കഴിഞ്ഞില്ലേ? പ്രാർത്ഥിക്കട്ടെ കേട്ടാ, നല്ലൊരു വർഷം ഉണ്ടാവട്ടെ. എന്നിട്ട് പ്രാർത്ഥിക്കണേ. സബ്സ്ക്രൈബർ കൂടട്ടെ, വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടട്ടെ, മക്കൾക്കൊക്കെ നന്നായി പഠിക്കാൻ പറ്റട്ടെ, ഡോളറുകൾ കുറേ കിട്ടട്ടെ. ഇതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതൊന്നുമല്ല, നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവട്ടെ. ഇത് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. അല്ല, എനിക്ക് മാത്രല്ല, എല്ലാവർക്കും. ലോക സമസ്ത സുഖിനോ പോകുന്നു. അപ്പം നമ്മൾ പൊടിമോളെ എനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ ലൈറ്റ് ഇടോ, നിലവിളി ശബ്ദം ഇടോ. ലൈറ്റ് ഇടേ കുമ്പോ. ലൈറ്റ് ഇടാല്ലേ? ലൈറ്റ് ഇട്. കിടക്കണ്ട കേട്ടാ. കൊടുമ്പിഗിരി നല്ല കുമ്പോ. കൊടുമ്പേ കുമ്പോ. കൊടുമ്പേ പൊടി. എനിക്ക് കണ്ണടച്ച, എനിക്ക് കണ്ണടച്ച, എനിക്ക് കണ്ണടച്ച, എനിക്ക് നോക്കട്ടെ, ഭാവരൂപങ്ങൾ നോക്കട്ടെ. കണ്ണടച്ച, എനിക്ക് എനിക്ക് അമ്മേ കണ്ണടക്കരുത്. കൃഷ്ണനെ പോയിട്ട് ആദ്യം കാണണം കുട്ടി കണ്ണടച്ചിട്ട്. അത് ഇന്നലെ എന്നോട് പറഞ്ഞിട്ട് ഇത് കണ്ണടക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ നേരെ നേരെ നേരെ. അയ്യോ, കണ്ണ് തുറക്കൂ, കണ്ണ് തുറക്കൂ, കണ്ണ് തുറക്കൂ, കണ്ണ് തുറക്ക്. പ്രാർത്ഥിച്ച എന്തിനാ പ്രാർത്ഥിക്കണം? ഓർക്കത്തിന് കൂടിയേ എന്തിനാ പ്രാർത്ഥിക്കട്ടെ? പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചതാ. കൂട്ടുകാരെടുത്ത് എന്നിട്ട് പറയാ സബ്സ്ക്രൈബർ ഹാപ്പി വിഷു. പിന്നെ അപ്പൊ ഈ വിഷയൊക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കുക, പടക്കൊക്കെ കത്തിച്ചിട്ട്. മാത്രമല്ല പിന്നെ നമ്മള് വിഷുവിൻ്റെ ഇത് ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യലായിരിക്കും. ശുഭദിനം. അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും തട്ടി ബൈ ബൈ. ഇനി പൊടിമോള് കുളിച്ച് സുന്ദരിയായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകണം. പൊടിമോളുടെ കോലം തന്നെ. അപ്പോൾ ഞങ്ങളിനി അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം അടുക്കള പണി
വലിയ സദ്യ ഒന്നും ഇല്ല, ചെറിയൊരു സദ്യയൊക്കെ വെച്ച്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി വിഷു.